Hello guys, welcome to CG Chemistry. So today we will be talking about rotational spectroscopy, mainly about the different type of molecules. They are categorized depends upon their moment of inertia. Okay, അപ്പോൾ rotational spectroscopy ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ബേസിൽ നമുക്ക് മോളിക്യൂൾസിനെ 4 ടൈപ്പായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ദർ ആർ ഓഫ് 4 ടൈപ്പ് of molecules like linear, spherical top, symmetric top, asymmetric top. നമ്മുടെ CSER നെറ്റ് അതുപോലെ JAM-J അതുപോലെ IIT എക്സാംസ്, എൻട്രൻസ് എക്സാം, ഗേറ്റ് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ എല്ലാം മെയിനായിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഒരു ടേം വെച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് ഒരു അതിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഞാനിപ്പോൾ എഴുതാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നോക്കാം, സപ്പോസ് അതൊരു സെൻറ്റർ ഓഫ് മാസ് ആണ് ഒരു മോളിക്യൂളിൻ്റെ, അതിൽ ഞാൻ 3 ആക്സിസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഈ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിൽ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, റൊട്ടേഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മോളിക്യൂൾ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻ 3 പെർപെൻഡിക്കുലർ ആക്സിസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നുണ്ടല്ലേ, ആക്സിസ് പാസിങ് ത്രൂ ദ മാസ് ഓഫ് ദ മോളിക്യൂൾ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ ഇതിൽ IA, IB, IC 3 പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഓഫ് മാസ് ഓഫ് ഈച്ച് ആറ്റം മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം റൊട്ടേഷണൽ ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ മോളിക്യൂൾ. സിഗ്മ MI/RI സ്ക്വയർ, എങ്ങനെയല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. I = സിഗ്മ MI/RI സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ ഫ്യൂച്ചർ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ. Okay, so now let's look ലീനിയർ മോളിക്യൂൾ. ലീനിയർ മോളിക്യൂൾ എന്താ നമുക്കറിയാം, ലീനിയർ ഷേപ്പുള്ള മോളിക്യൂൾസിനാണ് നമ്മൾ ലീനിയർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ടു എക്സ്പ്രസ് ദെയർ റൊട്ടേഷൻ വി നീഡ് ഓൺലി വൺ ആക്സിസ്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ HCl, it will rotate only through the one axis, right? ഓക്കെ, സോ നമുക്ക് HCl ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. സോ Cl ഈസ് ഹാവിങ് ഹയർ മാസ് ദൻ ഹൈഡ്രജൻ, സോ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് മോളിക്യൂൾ വിൽ ബി സംവെയർ നിയർ ടു ക്ലോറിൻ. ഓക്കെ, സോ ദിസ് ഈസ് ദറ്റ് പ്രിൻസിപ്പൽ ആക്സിസ് പാസിംഗ് ത്രൂ HCl ആൻഡ് ദിസ് വിൽ ബി ദ axis termed as A. So the moment of inertia through this axis I can tell like IA. Now I am writing the other 2 perpendicular axes, that is B and C. So the moment of inertia of B is IB, the moment of inertia of C is IC. Okay, you can see there are 3 axes, IA, IB, IC. Since this IA is passing through this symmetry axis of this molecule, the IA, the moment of inertia IA will be 0 because it is passing through the principal axis. Okay, so you can see there will not be any change in the rotation while passing through this axis, that is through the axis A. That is why IA will be 0. But IB and IC will have some values and both will be equal, right? IB will be equal to IC. അപ്പോൾ IA 0 ആയിരിക്കും, IBയും ICയും ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഈ IA = 0, IB = IC ലീനിയർ മോളിക്യൂൾസ്. അപ്പം ലീനിയറിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാമല്ലോ. ഇനി നമുക്ക് സ്പെറിക്കൽ ടോപ്പിലോട്ട് പോവാം. അപ്പോൾ സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസിൽ എന്താണ് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസ് വിൽ ബി പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ഓർ ടെട്രാഹെഡ്രൽ. അപ്പോൾ CH4, SF6, NH4 ഇതൊക്കെയാണ് NH4+ മെയിൻ എക്സാമ്പിൾസ്. അപ്പോൾ നമുക്കറിയാലോ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ മോളിക്യൂൾസ് എന്ന് പറയുമ്പം അതിൻ്റെ ലിഗാൻഡ്സ് ഒക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ നോക്കുക. ഇപ്പോൾ CH4 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ, SF6 ആണെങ്കിൽ 6 ഫ്ലൂറിൻ. ഇനി ഇതിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓർമ്മിക്കാൻ വളരെ സിമ്പിളാണ്, IA = IB = IC. ഓക്കെ, നൗ കമ്മിങ് ടു സിമെട്രിക് ടോപ്പ്. അപ്പോൾ ഇതിലൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഈ ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടി എങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട. നൗ പ്രൊലൈറ്റ് ആൻഡ് ഒബ്ലൈറ്റ് സിമെട്രി, അതായത് സിമെട്രിക് ടോപ്പ്. അപ്പോൾ സിമെട്രിക് ടോപ്പിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് എങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്. ഫസ്റ്റ് കണ്ടീഷൻ, it should have a CN axis where n is greater than or equal to 3. ഓക്കെ, ഇത് CN ആക്സിസ് ഉണ്ടായിരിക്കണം, n greater than or equal to 3 ആയിരിക്കണം. പിന്നെ C2 ആക്സിസ് പ്ലസ് S4. അപ്പം ഈ ഒരു സിമെട്രി എലമെൻറ്റ്സ് ഉള്ളതാണെങ്കിലും അത് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സി എൻ ആക്സിസ് ആണ്. അവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ എന്നുള്ളത് നോക്കണം. ഇനി ഈ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. 2 ടൈപ്പാണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ഉള്ളത്. അപ്പം പ്രൊലേറ്റും അതുപോലെ ഒബ്ലേറ്റും. ഇപ്പോൾ 2 കേസിലാണെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സി എൻ ആക്സിസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, C2 ആക്സിസ് പ്ലസ് S4. ഓക്കെ, ഇനി നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഇതിലിപ്പോൾ ഞാൻ പ്രൊലേറ്റിൻ്റെയും ഒബ്ലേറ്റിൻ്റെയും കണ്ടീഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട് ചെയ്യുക. അതായത് പ്രൊലേറ്റിനാണെങ്കിൽ IB ഈക്വൽ ടു IC ഗ്രേറ്റർ ദാൻ IA, ഒബ്ലേറ്റ് ആണെങ്കിൽ IB ഈക്വൽ ടു IC ലെസ് ദാൻ IA. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ്, അതായത് പ്രൊലേറ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് CH3F, CH3N, അതുപോലെ അലീൻസ്. ഒബ്ലേറ്റിൻ്റെ എക്സാമ്പിൾസ് NH3, അതുപോലെ BCl3, ബെൻസീൻ, എക്സെട്ര. ഓക്കെ, ഇനിയിപ്പം നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും എളുപ്പം. ഇനിയിപ്പോൾ സ്പെറിക്കൽ ടോപ്പും ലീനിയറൊക്കെ അങ്ങ് കളയാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഞാനവിടെ എഴുതി വെക്കുവാണ് ഒന്നുകൂടെ. സി എൻ ആക്സിസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് C2 പ്ലസ് S4. ഓക്കെ, എക്സാമ്പിൾ പ്രോലേറ്റ് CH3 എടുത്തിട്ട് നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ CH3F മോളിക്യൂളാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ 3 കാർബണും 1 ഫ്ലൂറിനുമാണ് അതിനുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിയേ, ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് ഏകദേശം പ്രിൻസിപ്പൽ ആക്സസ് അല്ല, സെൻറ്റർ ഓഫ് മാസ് വിൽ ബി സെൻറ്റേർഡ് നിയർ ടു ഫ്ലൂറിൻ. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ വേണം നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറയുന്ന ആ 3 ആക്സസും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി, റൊട്ടേഷണൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോൾ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ മോളിക്യൂൾ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ ഫസ്റ്റ് ആക്സസ് നോക്കുക, ഐ എ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 3 ഹൈഡ്രജനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, 3 ഹൈഡ്രജനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഫ്ലൂറിനും കൂടെ, ഇപ്പം ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ത്രൂ 3 ഹൈഡ്രജൻ ആറ്റം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ത്രൂ IA വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് IB ആൻഡ് IC. IBയിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ IC കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇറ്റ് ഇൻവോൾവ് ഫ്ലൂറിൻ ഓൾസോ. മറ്റേതിൽ എന്താണ് 3 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ത്രൂ IA വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് IB ആൻഡ് IC, ബട്ട് IB ആൻഡ് IC വിൽ ബി ഈക്വൽ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓർമ്മിച്ച് വെച്ചിട്ട് IA ചെറുതാണോ വലുതാണോ എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, നൗ ഇതിൻ്റെ ഷേപ്പ് നോക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു കോർക്ക് ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ, ഒരു കോർക്ക് ഷേപ്പിൽ. അപ്പോൾ പ്രൊലേറ്റ് സിമെട്രി നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അത് കോർക്ക് ഷേപ്പിലാണെന്ന് ഓർത്തെടുത്താൽ മതി. പ്രൊലേറ്റ് സിമെട്രിയുള്ള അതിൻ്റെ ഷേപ്പ് ഒരു കോർക്ക് ഷേപ്പ്. ഇനി നമുക്ക് ഒബ്ലേറ്റ് നോക്കാം. ഇതെല്ലാം ഞാൻ സിമ്പിൾ ഓർമ്മിച്ച് വെക്കാനുള്ള കാര്യങ്ങളായിട്ട് മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി ഒബ്ലേറ്റിൽ BCl3 എടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ BCl3യുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ. അപ്പോൾ BCl3യിൽ ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് വരിക, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ബോറോണിലല്ലേ വരുന്നത് അല്ലേ, ബോറോണിലാണ് വരുന്നത്. അതുപോലെ 3 ക്ലോറിൻ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ ഇതിനെന്തുണ്ട്, C3 ആക്സിസ് ഉണ്ട് അല്ലേ, റൈറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ വിട്ടുപോയി, നമ്മൾ CH3Fനും CH3Fനും എന്തുണ്ട്, C3 ആക്സിസ് ഉണ്ട്. സോ C3 ആക്സിസ് ഉണ്ടെങ്കിൽ അത് സിമെട്രിക് ടോപ്പാണ്. N is equal to 3. അപ്പോൾ ഇതിൽ BCl3 C3 ആക്സസ് ഉണ്ട്. സോ N is equal to 3 സിമെട്രിക് ടോപ്പ് മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഫ്ലൂറിൻ ഞാൻ വിട്ടുപോയത് ഒന്നുകൂടെ കാണിക്കാം. ഫ്ലൂറിൻ ഹൈഡ്രജൻ 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 അല്ലേ, ഇങ്ങനെയല്ലേ. നമ്മൾ ഈ ഫ്ലൂറിൻ ഈ ഒരു ആക്സസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ, 3 ഹൈഡ്രജൻ അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് പൊസസ് C3 ആക്സസ്. ഓക്കെ, സോ ഇനി ബോറോൺ നോക്കാം. അപ്പോൾ അതിൽ ബോറോണിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ഇങ്ങനെ എന്താ, നമ്മുടെ ആക്സസ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ ബോറോണിൻ്റെ സെൻറ്ററിൽ കൂടെ നിങ്ങൾ പാസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. 3 ക്ലോറിൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനതിന് C3 ആക്സസ് എന്ന് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ആ ഒരു പാസ് ചെയ്യുന്ന ആക്സസിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക്, അതായത് ബോറോണിനെ ടച്ച് ചെയ്തിട്ട് എന്ത് വരയ്ക്കാം, ആക്സസ് വരയ്ക്കാം. അപ്പോൾ മുകളിലത്തെ ആ ഒരു എന്താണ് ആക്സസ് ആണ് IA, IB, IC. IA റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ.
വൈൽ വി ആർ റൊട്ടേറ്റിംഗ് ത്രൂ IA എന്താ സംഭവിക്കുന്നത്? 3 ക്ലോറിൻ ആറ്റം റൊട്ടേറ്റ് ചെയ്യും അല്ലേ? 3 ക്ലോറിൻ ആറ്റം റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ IB കൂടെയും IC കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 ക്ലോറിൻ ആറ്റം റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ IA എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് IA ഗ്രേറ്റർ ദാൻ IB ഈക്വൽ ടു IC ഈ ഒരു കേസിൽ വന്നത്. അപ്പം ഈ ഒരു 2 എക്സാമ്പിൾസ് ഓർമ്മിച്ച് വെച്ചാൽ മതി പ്രൊലേറ്റും ഒബിലേറ്റും മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇനിയിപ്പം അല്ലീൻസിൻ്റെ കേസ്. അപ്പോൾ അല്ലീൻസ് ഞാൻ എക്സാമ്പിളായി അല്ലീൻസിൻ്റെ സ്ട്രക്ചർ നോക്കുക അല്ലേ? ഒരു കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ, പിന്നെ ഒരു ഡബിൾ ബോണ്ട് കാർബൺ, പിന്നെ 4 ഹൈഡ്രജൻ. അപ്പോൾ 2 ഹൈഡ്രജൻ പ്ലെയിനിലും മറ്റേ 2 ഹൈഡ്രജൻ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് അതിൽ അല്ലീൻസിൻ്റെ സ്ട്രക്ചറിൽ കിടക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് കാണാമല്ലോ. അപ്പം ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് മാറ്റിയത് കേട്ടോ. വരയ്ക്കേക്കാം. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കിയേ. നമ്മൾ ഇതിൽ കൂടെ നേരെ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. വേറൊരു രീതിക്ക് നമുക്ക് മാറ്റി വരയ്ക്കാം. C ഡബിൾ ബോണ്ട് C ഹൈഡ്രജൻ, ഫ്രണ്ട് ഹൈഡ്രജൻ, പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഡബിൾ ബോണ്ട് C കാർബൺ മാറ്റിയിട്ട് ഹൈഡ്രജൻ ആക്കാം. രണ്ടായാലും ഈക്വലാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഈ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നു. ആ ആക്സിസിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ. ഈ ഒരു ആക്സിസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് ആക്സിസാണ് ഉള്ളത്? C2 ആക്സിസ് അല്ലേ? അപ്പോൾ C2 ആക്സിസ് ആണ് ഉള്ളത്. അപ്പോൾ C2 ആക്സിസ് ആണെങ്കിൽ നമ്മുടെ അത് സിമെട്രിക് ടോപ്പ് ആണോ? അല്ല. സിമെട്രിക് ടോപ്പ് ആണെങ്കിൽ C3 ആക്സിസ് വേണം. പക്ഷേ ഇതിൻ്റെ കേസിൽ C2 ആക്സിസ് പ്ലസ് S4 സിമെട്രി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സിമെട്രിക് ടോപ്പായിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് അത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ C2 ആക്സിസ് ഉണ്ട്, പക്ഷേ ഇനി നമുക്ക് S4ഉം കൂടെ ഇതിലെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എങ്ങനെ S4 വരുന്നതെന്ന് വെച്ചാൽ, S4 എന്ന് പറയുമ്പോൾ അതിലെന്ത് വേണം? C4 വേണം അല്ലേ? C4ഉം പ്ലസ് പെർപെൻഡിക്കുലർ പ്ലെയിനുമാണ് S4. അതായത് C4 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? C4 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പോയിൻറ്റ് ഗ്രൂപ്പ് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഞാൻ പോയിൻറ്റ് ഗ്രൂപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇൻ ഫ്യൂച്ചർ പറയാം. അപ്പോൾ 360/4 90 ഡിഗ്രി അല്ലേ? അതല്ലേ C4 ആക്സിസ്. അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി റൊട്ടേഷനിലാണ് C4 ആക്സിസ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാലോ. എന്താ സംഭവിക്കുക? ഇപ്പോൾ ഈ ഒരു ഹൈഡ്രജനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് ഇങ്ങോട്ട് വരും, ഈ ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ ഇതുപോലെ, ഇപ്പോൾ ഈ പേന നിങ്ങൾ നോക്കുക. ഇതിപ്പം പ്ലെയിനിലിരിക്കുന്ന സാധനം. അപ്പോൾ ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം ഒന്ന് ബാക്കിലോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും വരും അല്ലേ? ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഒരെണ്ണം ഫ്രണ്ടിലോട്ടും ഒരെണ്ണം ബാക്കിലോട്ടും പോകും നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ താഴെ കാണുന്ന ഹൈഡ്രജൻ എന്താവും? ഒന്ന് പുറകിലും ഒന്ന് ബാക്കിലും ആവും. റൈറ്റ്? സോ 1 hydrogen will be in the back, 1 will be in the front for the lower position. Right? So when you are rotating through the 90 degree, the lower portion hydrogen will be in the back and front position. Now let us have a look on the hydrogen. Here you can see that. See, നേരത്തെ പൊസിഷനിൽ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇതിരിക്കുന്നത് അല്ലേ? ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും. സോ ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും ഉള്ളതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ഇരിക്കുന്ന സാധനം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തേണ്ടേ? കണ്ടോ? അത് പ്ലെയിനിലോട്ട് വരും. സോ earlier one was in the front, one was in the back. While you are rotating it through the 90 degree, it will come into the plane. So the structure of the allene after the 90 degree rotation will be like this, right? മനസ്സിലായി? സോ ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് തന്നെ എഴുതി വരയ്ക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കുക. 90 ഡിഗ്രി റൊട്ടേഷനാണ് ഞാൻ ചെയ്യുന്നത്. സോ ആഫ്റ്റർ 90 ഡിഗ്രി റൊട്ടേഷൻ യു ക്യാൻ സീ ഇറ്റ് ഇസ് C ഡബിൾ ബോണ്ട് C. 1 will be, see you can after 90 degree it will if I am doing so it will go back, this will come front. Okay, correct. This will be in the plane. Okay, now what is that? Perpendicular plane. Now you have to apply perpendicular plane.
How it will come perpendicular plane? So perpendicular plane നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടോ നമ്മുടെ ഫസ്റ്റ് അലീൻസും ഈ ലാസ്റ്റ് പെർപെൻഡിക്കുലർ പ്ലെയിൻ അലീൻസ് സെയിം ആയില്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് പോസസ് എൻ S4 സിമെട്രി. അപ്പോൾ ഇതിനകത്തൊരു C2 + S4 ഉള്ളതുകൊണ്ടാണ് അലീൻസ്. അപ്പോൾ അലീൻസിൻ്റെത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു സാധനമാണ് അലീൻസ്. It is very important because they will ask which category it is, either it is prolate or oblate. So you should remember it is prolate. Now you see this shape. For benzene ring it is like ഒരു റൗണ്ട് ഷേപ്പ് അല്ലേ ബെൻസീൻ റിങ്ങിന്. അപ്പോൾ നേരത്തേത് നമ്മുടെ CH3F ആണെങ്കിൽ അതൊരു കോർക്ക് ഷേപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു കോണിക്കൽ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം കോണിക്കൽ ഷേപ്പും ഒരു റൗണ്ട് ഒരു ബിഗ് RB കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് കോർക്ക് ആൻഡ് ഡിസ്ക് വിച്ച് വിൽ ബി ഷോർട്ടർ, കോക്ക് വിൽ ബി ഷോർട്ടർ. സോ ദാറ്റ് ഈസ് വൈ IA ഈസ് ഷോർട്ടർ. അങ്ങനെ ചിന്തിക്കുക. ഇനി അടുത്തത് asymmetric top. Asymmetric top either CNH, C2V or CS. CS means it is plane of symmetry. So the molecules which is having only plane of symmetry will be asymmetric top molecule. For example, otherwise another case it is C2V. For example, water is having C2V point group. So water case we know that as the center of mass will be here. So the rotating axis C2 axis through the 2 hydrogen atom rotation, that all you might be studied in the point group, group theory. And so while rotating through the C2 this is that principal axis. So there is not much to discuss. So the molecule which possesses this type of symmetry elements like CNH, C2V, CS point groups are considered as asymmetric top molecules. Okay, അപ്പോൾ മെയിൻലി പോയിന്റ് ഗ്രൂപ്പിൻ്റെ ബേസിൽ നമുക്കത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ഇപ്പോൾ H2 എന്ന് പറയുന്നത് C2Vയുടെ എക്സാമ്പിൾ. പിന്നെ ഹാവിങ് പ്ലെയിൻ ഓഫ് സിമെട്രി CH2 ഡബിൾ ബോണ്ട് CHCl അല്ല, അതിന് CS പ്ലെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസാണ് മെയിനായിട്ടും അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ വാട്ട് ആർ ദ തിങ്സ്, എസ്പെഷ്യലി ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടീഷൻ ആൻഡ് ഹൗ ടു ഡിഫറൻഷിയേറ്റ് പ്രൊലൈറ്റ് ഒബ്ലൈറ്റ്. ദാറ്റ്സ് ഓൾ, മെയിൻലി അലീൻസ്. നൗ സപ്പോസ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്. Categorize these molecules into the type of system like linear, asymmetric top. If either of this can be asked, like symmetric top. CH3F, CH3OH. CH3F we already discussed, right? The shape is like this, which is having the cork shape, which is IA will be less because it is that A axis is rotating through 3 hydrogen atom, so IA will be lesser, so it will be prolate symmetric group. Now CH3OH, you may think, or we may think, the shape of the CH3OH is similar to that of CH3F and it should possess a prolate symmetric group, but it is not the case. But the prolate type molecule അല്ല. കാരണം എന്താ, ഈ ഓക്സിജൻ നമുക്കറിയാം 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പൊസിഷൻ. ഓക്സിജൻ വിത്ത് 2 ലോൺ പെയർ, ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് C3 ആക്സിസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ മോളിക്യൂലിന് C3 ആക്സിസ് ഇല്ല. ഇതിനെന്ത് മാത്രമേ ഉള്ളൂ, ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി മാത്രമേ ഉള്ളൂ, ഇതിന് C3 ആക്സിസ് ഇല്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. C3 ആക്സിസ് ഇതിന് ഇല്ല. പക്ഷേ നമ്മൾ C3 ആക്സിസ് ഉണ്ടെന്ന് വിചാരിച്ച് ഇത് പ്രൊലേറ്റ്, അതായത് സിമെട്രിക് ടോപ്പ് സിസ്റ്റം ആണെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഇതിന് CS, അതായത് പ്ലെയിൻ ഓഫ് സിമെട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ റൊട്ടേഷണൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് ലീനിയർ, അതുപോലെ സ്പെറിക്കൽ ടോപ്പ്, സിമെട്രിക് ടോപ്പ്, അസിമെട്രിക്കും. അപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുമാണിത്. അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ നെക്സ്റ്റ് ക്ലാസ്സസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.